സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഹദ്ദാദുകൾ ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി, സലാത്തുകൾ ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹളറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മിസ്ലു സ്വഭാവിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് ഹബീബിൻ്റെ ഹളറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ ചൊല്ലിയ ദിക്റിൻ്റെ ഫളല് കൊണ്ട്, മഹത്വം കൊണ്ട്, ഫളായിലുകളെ കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർത്ത് സലാമത്ത് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തു നിന്നുമാണ് പലരും വിളിച്ചിട്ടുള്ളത്. കാരണം വായക്കാട് വന്നിരായ ഉസ്താദ് അവറുകൾ എൻ്റെ നമ്പർ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഉസ്താദിൻ്റെ ക്ലാസ്സിലൂടെ. അതുകൊണ്ട് പലരും വിളിച്ചുകൊണ്ട് പല വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് വിളിച്ച് എന്നോട് പറഞ്ഞത്. ദുആ ചെയ്യണം, അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചോദിച്ചു. പലർക്കും പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ കർണാടകയിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന്, കാസർഗോഡ്, കണ്ണൂർ, തളിപ്പറമ്പിൽ നിന്ന്, കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ, അതുപോലെ സൗദിയിൽ നിന്ന്, ദുബായിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് സലാമത്ത് നൽകട്ടെ. അതിൽ ഒരു സഹോദരൻ്റെ മകൾക്ക് വയറുവേദനയാണ്, കുടലിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോളുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. കളിച്ച് രസിച്ച് നടക്കുന്ന ഈ സമയത്ത് രോഗിയായി കിടക്കുന്ന ആ പൊന്നുമോളുടെ അവസ്ഥ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നുമോളുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സഹോദരിയുടെ ഭർത്താവ് ICUവിലാണെന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ മജ്ജ മാറ്റി വെച്ച് രണ്ടാമത് അതിന് ലീക്കുണ്ടെന്നും അതിന് അണുബാധ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ സഹോദരി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ സഹോദരൻ്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ സലാത്തിൻ്റെയും അസ്മാഉൽ ഹുസ്നയുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയവർ, ഒരുപാട് പൈസ കൊടുത്തിട്ട് കിട്ടാത്തവർ, കടം കൊടുത്ത പൈസ കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ട് വിഷമങ്ങൾ പറയുന്നുണ്ട്. കൊടുത്ത പൈസ, കടം കൊടുത്തിട്ട് പൈസ കിട്ടുന്നില്ല, കിട്ടിയിട്ടില്ല, 2 കൊല്ലമായി, 1.5 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2-3 ആളുകൾ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുത്ത പൈസ തിരിച്ചു കിട്ടുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വാങ്ങിയവർക്ക് കൊടുക്കുവാനും
ഉള്ള മനസ്സ് അള്ളാഹു നൽകുമാറാവട്ടെ. കടം കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. കടം വീട്ടുക എന്നുള്ളത് ഫർളുമാണ്, നിർബന്ധവുമാണ്. എല്ലാവരും മരിച്ചു പോകാനുള്ളവരാണ്. ദുന്യാവിൽ തന്നെ ഒന്നും ബാക്കി വെച്ച് ആരും പോവുകയില്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നാളെ കോടതിയിൽ, അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് നമ്മളോട് ചോദിക്കപ്പെടും. ഹക്കുകളൊക്കെ മരിക്കണമെന്ന് ബോധമുള്ളവരൊക്കെ ഹക്കടപാടുകൾ എത്രയും പെട്ടെന്ന് വീട്ടാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. നമുക്കൊരു മരണമുണ്ട്, ഈ ദുനിയാവ് വിട്ടാൽ ഒരു ജീവിതമുണ്ടെന്ന് ബോധമുള്ളവർ എത്രയും പെട്ടെന്ന്, ഞാനടക്കം, ഹക്കടപാടുകൾ വീട്ടുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന്. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പൈസയൊക്കെ ഗൂഗിൾ പേ ചെയ്തവരൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ സദഖകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ് നാളെ നമ്മളുടെ ഖബറിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് ഉണ്ടാകുന്ന മൂന്ന് കാര്യമാണ്. ഒന്ന്, സ്വാലിഹത്ത്, മരണപ്പെട്ടാൽ നമുക്ക് ബാക്കിയാകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്വാലിഹത്തായ മക്കൾ. ഒന്ന്, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ. 2, നമ്മൾ ചെയ്ത അമലുകൾ. അത് മാത്രമാണ് നമ്മളുടെ കൂടെ നാളെ ഖബറിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും സദഖകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. എണ്ണി പറയാൻ സമയമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ലിസ്റ്റ് ദുആ കൊണ്ട് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച ഒരുപാട് ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ട് ഇന്നും വിളിച്ചു പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ഒന്നും വായിക്കാൻ കഴിയില്ല. അത്രക്കും ടെൻഷനാണ്, വിഷമങ്ങളാണ് എല്ലാവരുടെയും. ഒരാളുടെ കേൾക്കുമ്പോൾ മറ്റുള്ളവരൊന്നുമല്ല. അതുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് അവിടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق وخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره مقداره العظيم. اللهم صل بلغ مثل ثواب ما كرهنا من القرآن العظيم وما صلينا وما هللناه وما مدحناه إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين ثم إلى حضرة أمته منا من أهلنا يا ذا الجلال والإكرام. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم جافي بجاهي وبكرامات يسر حسيرنا وسهل أمورنا واحصل وقضي حوائجنا وادفع بلياتنا يا دافع البليات. اللهم اشف أمراضنا يا شافي الأمراض. اللهم باركنا في كل أمورنا لا سيما في أمرنا هذا في مجلسنا
هذا يا رب العالمين. اللهم اغفر علينا من فيوضاتهم وامدنا بمددهم واحسمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بارك لنا فيما أعطيتنا وفيما رزقتنا وفيما أنعمتنا وفي كسبنا يا ذا الجلال والإكرام. اللهم اجعل توفيق رفيقنا وصراط المستقيم طريقنا وحسنا يا مقاصدنا فاصلنا إلى الخير مقاصدنا وتب علينا إنك أنت التواب الرحيم. اللهم حصل مرادنا مراد من نويناه ومراد مجتمعنا في هذا المجلس يا رب العالمين. اللهم اشف أمراضنا وأمراضهم يا شافي الأمراض. اللهم اجعل نعمتنا دائما ودولتنا قائمة وعلومنا نافعة وأولادنا صالحة وأولادنا صالحا ولا تسلط علينا ظالما يا رب العالمين. اللهم طهر قلوبنا من كل وسع عائدنا مشاهدتك يا رب العالمين ومحبتك وتوفيقنا على أهل السنة والجماعة وشوق إلى لقائك يا رب العالمين. اللهم وإلى حضرة أصحاب البدرين وهديين وحندقي وتبوكي وهنيني وخيبري لصحابة كلهم أجمعين. أرحم الراحمين يا الله ملك الجبار يا الله കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. അസ്മാഉൽ ഹുസ്ന നീ സ്വീകരിക്കണേ അല്ലാ. ഹദ്ദാദ് റാത്തീബ് നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മഹാന്മാരുടെ പേരിൽ ഓതിയ ഫാത്തിഹകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ഹഖ്ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. അവിടൊക്കെ ഉദ്ദേശങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാ. നീ എത്രയും പെട്ടെന്ന് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവിടെ രോഗങ്ങൾക്ക് നീ ഷിഫാ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ റഹ്മാനായ റബ്ബേ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവിടെ രോഗങ്ങൾക്ക് നീ ഷിഫാ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഒരു പൊന്നുമോളുടെ വയറുവേദന, ആ വയറ്റിൻ്റെ ഉള്ളിൽ കുടലിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് റഹ്മാനായ റബ്ബേ ഒരു സഹോദരൻ വിളിച്ച് പറഞ്ഞപ്പോൾ ആ പൊന്നുമോളുടെ അവസ്ഥ ആലോചിച്ച് റഹ്മാനായ റബ്ബേ, കളിച്ച് രസിച്ച് നടക്കേണ്ട പ്രായമാണല്ലോ അല്ലാ. റഹ്മാനായ റബ്ബേ, ആ പൊന്നുമോളുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അതുപോലെ പലരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച സഹോദരൻ്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ പലരുടെയും രോഗങ്ങൾ, എത്ര രോഗങ്ങളുണ്ട്, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവിടുത്തെ രോഗങ്ങൾക്ക് നീ ഷിഫാ കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പണം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തവരുണ്ട്, അവർക്ക് എത്രയും പെട്ടെന്ന് അവർ കൊടുത്ത പൈസ കിട്ടുവാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ബുദ്ധിമുട്ടുകളെ കൊണ്ട് സഹായിക്കുമ്പോൾ റഹ്മാനായ റബ്ബേ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എന്തെല്ലാം പ്രയാസങ്ങളാണ്, മക്കൾക്ക് ജോലി ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് വിളിച്ചവരുണ്ട്. റഹ്മാനായ റബ്ബേ, ഭർത്താവിന് ജോലിയില്ലാത്തതിൻ്റെ പേരിൽ
ദുആ ചെയ്തവരുണ്ട് അല്ലാ, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാ. വിദേശത്ത് കഷ്ടപ്പെടുന്ന ശമ്പളം കിട്ടാതെയും ശമ്പളം പറഞ്ഞിട്ട് ആ ശമ്പളം കിട്ടാത്തവരുമുണ്ട് അല്ലാ. പലരും പല നിലക്ക് വിളിച്ച് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ അവിടെ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ. അവിടെ പ്രയാസങ്ങൾക്ക് നീ ഒരു പ്രതിവിധി നീ കാണിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അവിടെ ജോലിയിൽ ഖൈർ നീ കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. വഴിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ, വഴികൾ നീ കൊടുക്കണേ. വഴി കിട്ടുവാൻ വേണ്ടി റബ്ബേ, ഇന്നൊരു സഹോദരി വീട്ടിലേക്ക് വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചോദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബേ, ആ വീട്ടിലേക്കുള്ള വഴികളിന് ആ സഹോദരന് കൊടുക്കാനുള്ള മനസ്സിന് കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് റബ്ബേ ഉള്ളത്, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഹദ്ദാദിൻ്റെ ബർക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, പുണ്യ മദീനയിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സഹോദരൻ വിദേശത്ത് പോവുകയാണ്. റഹ്മാനായ റബ്ബേ, സഹോദരന് ഖൈർ കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നീ അവിടെ ജോലിയിൽ ഖൈറും ബർക്കത്തും നീ കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അർഹമുർ റഹീമീനായ തമ്പുരാനെ, ആ സഹോദരൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 2000 രൂപ ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന് വിദേശത്ത് നല്ല ജോലിയും ശമ്പളവും നീ നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനേ, രാജാതിരാജനായ അല്ലാ, അർഹമുർ റഹീമീനായ തമ്പുരാനെ, എന്തെല്ലാം പ്രയാസങ്ങളാണ് റഹ്മാനായ റബ്ബേ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ ഞാൻ പറഞ്ഞില്ല റബ്ബേ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മക്കളെ നീ നന്നാക്കണേ അല്ലാ. വസ്വാസിൻ്റെ പ്രശ്നം പറഞ്ഞവരുണ്ട് അല്ലാ, വസ്വാസ് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കരുണക്കടലായ അല്ലാ, അർഹമുർ റഹീമീനായ തമ്പുരാനേ, ഞങ്ങളെ മക്കൾക്ക് നീ നാഫിയായ ഇൽമിനെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് മതപരമായ അറിവും ഭൗതികപരമായ അറിവും നീ നൽകണേ അല്ലാ. ഈ ലോകത്തും പരലോകത്തും ഖൈർ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനേ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഖൈർ നീ നൽകണേ അല്ലാ. സാലിഹത്തായ മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വല്യമ്മമാർ മരണപ്പെട്ടു പോയവരുണ്ട്, ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയവരുണ്ട്, ഉമ്മമാർ